ഇന്നത്തെ വീഡിയോ സ്റ്റിക്കർ മേക്കിംഗ് പാർട്ട് 2. എപ്പോഴും ഈ കട്ട് ചെയ്തെടുക്കുക കളർ അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചേക്കും. അത് മാത്രമല്ല സെലോ ടൈപ്പ് വെച്ച് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് വരച്ച് മാത്രം എടുക്കുക. അതിനുശേഷം നമുക്കൊരു ജേർണലിംഗ് ചെയ്യാം. എൻ്റെ കയ്യിൽ നോക്കിയപ്പോൾ നല്ല പിങ്ക് പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സ് ഒക്കെ പിങ്ക് തന്നെയായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, പിൻട്രസ്റ്റിൽ കയറി കുറച്ച് പിക്സ് ഒക്കെ നോക്കി റെഫർ ചെയ്തതിന് ശേഷം എൻ്റെ രീതിയിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ജേർണലിംഗ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അതായത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഒരു സൈഡ് മാത്രമായിരുന്നു, ഇതിപ്പോ ഫുൾ പേജ് ഉണ്ട്. ജേർണലിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ള ഞാൻ ഇന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പേപ്പർ സ്ക്രാപ്പ് ഒട്ടിക്കലും സ്റ്റിക്കർ ഒട്ടിക്കലും വാഷി ടേപ്പ് ഒട്ടിക്കലും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കലും അല്ല ജേർണലിംഗ്. അതൊന്ന് ട്രൂ ആയിട്ട് ജേർണലിംഗ് ചെയ്യുമ്പോഴേ ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല, പിൻട്രസ്റ്റിൽ നോക്കി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടും കാര്യമില്ല. അതെനിക്ക് ഇന്ന് ജേർണലിംഗ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് എന്തെങ്കിലും നമ്മളോട് തന്നെ പറയാനുണ്ടോ, ഇല്ലെങ്കിൽ സെൽഫ് ലവിന്റെ കുറവുണ്ടോ, ഒരു കോട്ടിന്റെ കുറവുണ്ടോ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുക്കിൽ എഴുതി വായിച്ചു വെക്കാൻ പറ്റിയ ഒരു കിടിലൻ മെത്തഡാണ് ജേർണലിംഗ്. ജേർണൽ സപ്ലൈസ് വീഡിയോ വേണമെന്ന് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. മാക്സിമം വീഡിയോ നേരത്തെ ഇടാൻ ഞാൻ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.